ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബഷീർ ദിന ക്വിസാണ്. അപ്പോൾ ബഷീർ ദിനമാണ് ജൂലൈ 5 അല്ലേ? ആ ദിവസം നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കണും എനേബിൾ ചെയ്യൂ കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ ചോദ്യം ഇതാണ്: വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? ഉത്തരം വരുന്നത് പ്രേമലേഖനം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യത്തെ കൃതിയാണ് പ്രേമലേഖനം. അടുത്തത്: ബഷീർ ആകെ ഒരു നാടകം മാത്രമാണ് രചിച്ചിട്ടുള്ളത്. ഏതാണ് ബഷീർ എഴുതിയ ആ നാടകം? ബഷീറിൻ്റെ നാടകം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം കഥാബീജം. ബഷീർ ആകെ ഒരു നാടകം മാത്രമാണ് രചിച്ചിട്ടുള്ളത്. ആ നാടകം ഏതാണ്? കഥാബീജം. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്: ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ ബഷീറിൻ്റെ 3 കൃതികൾ. ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ ബഷീറിൻ്റെ 3 കൃതികൾ ഏതൊക്കെയാണ്? ഉത്തരം ഇതൊക്കെയാണ്: യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതം ഒരു അനുഗ്രഹം. ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ 3 കൃതികളാണ് യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതം ഒരു അനുഗ്രഹം. എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ഉത്തരവും അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു കവിത. ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു കവിത. ഉത്തരം അനശ്വര പ്രകാശം. അടുത്ത ചോദ്യം: യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു ചെറുലേഖനം. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു ചെറുലേഖനം. നമ്മൾ കണ്ടു, യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു കവിതയാണ് അനശ്വര പ്രകാശം. യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരു ചെറുലേഖനം ഏതാണ്? ഉത്തരം എൻ്റെ ചരമക്കുറിപ്പ്. ഏതാണ്? എൻ്റെ ചരമക്കുറിപ്പ്. അടുത്ത ചോദ്യം: മജീദും സുഹ്റയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി. മജീദും സുഹ്റയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. ഏതാണ്? ബാല്യകാലസഖി. മജീദും സുഹ്റയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതിയാണ് ബാല്യകാലസഖി. അടുത്തത്: വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ്? വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ്? ഉത്തരം എൻ്റെ ഉപ്പാപ്പക്കൊരാനയുണ്ടാർന്ന്. അപ്പോൾ വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ് ഫേമസ് ആയിരിക്കുന്നത്? എൻ്റെ ഉപ്പാപ്പക്കൊരാനയുണ്ടാർന്ന് എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിലാണ് ഫേമസ് ആയിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? ഉത്തരം എൻ്റെ ഉപ്പാപ്പക്കൊരാന ഉണ്ടാർന്ന്. അപ്പോൾ തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ ഒരു കുടുംബകഥയാണ് എൻ്റെ ഉപ്പാപ്പക്കൊരാന ഉണ്ടാർന്ന് എന്നത്. ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് എൻ്റെ ഉപ്പാപ്പക്കൊരാന ഉണ്ടാർന്ന്. അത് അദ്ദേഹം തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ എഴുതിയതാണ്. അടുത്തത്: ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടി ഉള്ളത്? ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടി ഉള്ളത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതിക്ക് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന കൂടി പേരുള്ള ബഷീറിൻ്റെ കൃതിയാണ് പാത്തുമ്മയുടെ ആട്. അടുത്ത ചോദ്യം: ആത്മകഥാപരമായ ബഷീർ കൃതി. ആത്മകഥാപരമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. ഓർമ്മയുടെ അറകൾ. ആത്മകഥാപരമായ ബഷീർ കൃതിയാണ് ഓർമ്മയുടെ അറകൾ. ഏതാണ്? ഓർമ്മയുടെ അറകൾ. അടുത്ത ചോദ്യം ഇതാണ്: ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ. ഉത്തരം വരുന്നത്
പ്രേം പാറ്റ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവലാണ് പ്രേം പാറ്റ. നമ്മൾ പറഞ്ഞു അല്ലേ, ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച 3 കൃതികളാണ് യാ ഇലാഹി, പ്രേം പാറ്റ, ജീവിതം ഒരു അനുഗ്രഹം എന്നിവ. അപ്പോൾ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ഒരു നോവൽ എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം? പ്രേം പാറ്റ. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത്? ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത്? ഉത്തരം ജയകേസരിയിൽ. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത്? ജയകേസരിയിൽ. അടുത്ത ചോദ്യം നോക്കാം. ബാല്യകാല സഖി, എൻ്റെ ഉപ്പാപ്പക്കൊരാനയുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട് എന്നീ കൃതികൾ ഇംഗ്ലീഷിൽ ഒറ്റ പുസ്തകമായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര്? ചോദ്യം ഇതാണ്. ബാല്യകാല സഖി, എൻ്റെ ഉപ്പാപ്പക്കൊരാനയുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട് എന്നീ കൃതികൾ ഇംഗ്ലീഷിൽ ഒറ്റ പുസ്തകമായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര്? ഉത്തരം മീ ഗ്രാൻഡഡ് ആഡ് ആൻ എലിഫൻറ്റ്. മീ ഗ്രാൻഡഡ് ആഡ് ആൻ എലിഫൻറ്റ്. അടുത്ത ചോദ്യം. 1990 ബഷീറിനെ വല്ലാതെ മുറിപ്പെടുത്തിയതും മലയാള സാഹിത്യ ലോകത്തൊരു കൊടുങ്കാറ്റായി മാറിയതുമായ ഒരു സംഭവം ഉണ്ടായി. ഒരു പുസ്തകമാണതിന് ഇടയാക്കിയത്. ഏതാണ് ആ പുസ്തകം? ഉത്തരം ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ. ഏതാണ്? ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ. അടുത്ത ചോദ്യം. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ. അടുത്ത ചോദ്യം. പ്രശസ്ത കവി ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കൃതി. പ്രശസ്ത കവി ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കൃതി ഏതാണ്? ഉത്തരം ഒഴിഞ്ഞ വീട്. ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കൃതിയാണ് ഒഴിഞ്ഞ വീട്. അടുത്ത ചോദ്യം. ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥ. ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന ഒരു കഥ ഏതാണ്? ഉത്തരം തേന്മാവ്. അദ്ദേഹത്തിൻ്റെ തേന്മാവ് എന്ന കഥയിലാണ് ബഷീറിനുള്ള പ്രകൃതി സ്നേഹം നമുക്ക് കൂടുതലായി മനസ്സിലാവുന്നത്. അടുത്ത ചോദ്യം. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കൃതി. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം തേന്മാവാണ്. നമ്മൾ പറഞ്ഞു ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥയാണ് തേന്മാവ്. അപ്പോൾ അതിലെന്താണ്? മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥയാണ് പറയുന്നത്. അടുത്ത ചോദ്യം. ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതി. ഉത്തരം നേരും നുണയും. ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതിയാണ് നേരും നുണയും. ബഷീറിൻ്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി. ബഷീറിൻ്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. അടുത്ത ചോദ്യം. പട്ടം താണുപിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാംഗ നാടകം. പട്ടം താണുപിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാംഗ നാടകം ഏതാണ്? ഉത്തരം പട്ടത്തിൻ്റെ പേക്കിനാവ്. പട്ടം താണുപിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാംഗ നാടകമാണ് പട്ടത്തിൻ്റെ പേക്കിനാവ്. അടുത്ത ചോദ്യം. ബഷീർ തൻ്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ. ബഷീർ തൻ്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ ഏതാണ്? ഉത്തരം ജന്മദിനം. ഏതാണ്? ജന്മദിനം. അടുത്ത ചോദ്യം ഇതാണ്. മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രമുള്ള ബഷീറിൻ്റെ കൃതി. മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രമുള്ള ബഷീറിൻ്റെ കൃതി ഏതാണ്? ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ.
മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രമുള്ള ബഷീറിൻ്റെ കൃതിയാണ് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. അടുത്തത് ഇമ്മിണി ബല്യ 1 ഇത് ഏത് കൃതിയിലെ വാക്യമാണ്? ഇമ്മിണി ബല്യ 1 ഇത് ഏത് കൃതിയിലെ വാക്യമാണ്? ബഷീറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വാക്യമാണ് ഇമ്മിണി ബല്യ 1. ഇത് ഏത് കൃതിയിലാണ് ഉള്ളത്? ഉത്തരം ബാല്യകാലസഖി. ബാല്യകാലസഖിയിലെ ബഷീറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വാക്യമാണ് ഇമ്മിണി ബല്യ 1 എന്നത്. അടുത്തത് ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ. ഉത്തരം പ്രേമലേഖനം. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവലാണ് പ്രേമലേഖനം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് ഇനി നോക്കാൻ പോകുന്നത്. ചോദ്യം നോക്കിക്കോളൂ. മജീദും സുഹ്റയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏതാണ്? മജീദും സുഹ്റയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏതാണ്? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. കിട്ടിയവരെന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് അത് രേഖപ്പെടുത്തിക്കോളൂ. ഉത്തരം നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ആ ചോദ്യോത്തരം പോയി പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ക്വിസ് മത്സരത്തിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തിക്കോളൂ. കൂടുതൽ വീഡിയോസിനായി എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.